നമസ്കാരം. 2026ഓടെ നക്സലുകളെ ഭാരതത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഉറപ്പു നൽകിയത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ്. ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. 3 വർഷത്തിനകം രാജ്യം നക്സൽ ശല്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകുമെന്ന് നക്സലുകൾക്ക് മുൻപ് തന്നെ അമിത്ഷാ താക്കീത് നൽകിയതുമാണ്. ഛത്തീസ്ഗഡ് എന്ന പേര് കേട്ടാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമായിരിക്കും നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടി വരിക. ഇന്ത്യയിൽ ചുവപ്പ് ഭീകരത ഇത്രയേറെ പടർന്നു പന്തലിച്ച വേറൊരു സംസ്ഥാനമില്ല. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടുകളാണ് ഛത്തീസ്ഗഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. വികസന മുരടിപ്പ് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും പിന്നിലാക്കി. 2014 അധികാരത്തിലേറിയ മോദി സർക്കാർ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിന് വലിയ പ്രാധാന്യമായിരുന്നു നൽകിയിരുന്നത്. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം സർക്കാർ മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനെതിരെ ശക്തമായ പോരാട്ടവും ആരംഭിച്ചു. ഇതിന്റെ ഫലമായി ഛത്തീസ്ഗഡിൽ വികസനമെത്തി. ടാറിട്ട പുതിയ റോഡുകളിലൂടെ ജനങ്ങൾ നടക്കാൻ ആരംഭിച്ചു. മുക്കിലും മൂലയിലും വൈദ്യുതി എത്തി. വിവിധ കേന്ദ്ര പദ്ധതികളുടെ രൂപത്തിൽ സംസ്ഥാനത്ത് വികസനമെത്തി. പാലങ്ങളും റോഡുകളും ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു. ഇതിനിടയിലും ചുവപ്പ് ഭീകരതയും ദേശീയതയും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ പോരാട്ടം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ഛത്തീസ്ഗഡ് കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഭീകര വേട്ടയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 31 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചത്. ഈ വർഷം ആരംഭിച്ച് 1.5 മാസം പിന്നിടുമ്പോൾ ആകെ 81 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന കാലപുരിക്ക് അയച്ചത്. സുരക്ഷാ സേന വധിച്ചവരിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റവും ശക്തമാക്കിയ മേഖലയാണ് ബീജാപൂർ. ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 2 ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ BJP സർക്കാർ അധികാരത്തിലേറിയത് മുതലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട കൂടുതൽ ശക്തമായത്. പുതുതായി നിരവധി സൈനിക ക്യാമ്പുകൾ പ്രദേശത്ത് സജ്ജമായത് ഇതിന്റെ സൂചനയാണ്. ഭീകരവാദം ഇല്ലാതാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ സംയുക്ത പ്രവർത്തനം ഫലം കാണുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. 2026 മാർച്ച് ആകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഭീകരവാദം ഇല്ലാതാക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇരു സർക്കാരുകളും. അതിനാൽ വരും ദിവസങ്ങളിലും സമാന ഏറ്റുമുട്ടലുകൾ തുടരും. ബിജാപൂരിൽ മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് കഴിഞ്ഞ ദിവസം 50ഓളം കമ്മ്യൂണിസ്റ്റ് ഭീകരർ സംഗമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതോടെ സുരക്ഷാ സേന കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വളഞ്ഞു. 12 മണിക്കൂർ നേരമായിരുന്നു ഇവിടെ ഏറ്റുമുട്ടൽ നടന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ വൻ ആയുധ ശേഖരവും പിടിച്ചെടുത്തു.